ഹല്ലേലൂയ. ഞാനിപ്പോൾ രാജസ്ഥാനിലെ ജയ്പൂർ സെൻറ്റ് ഫ്രാൻസിസ് സേവ്യറിൻ്റെ ദേവാലയത്തിലാണ്. 1979 ജസ്യൂട്ട് വൈദികരാണ് ഈ ദേവാലയം സ്ഥാപിച്ചത്. രാജസ്ഥാൻ ജയ്പൂരിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഒരു സ്കൂളുണ്ട്. ഈ സ്കൂളിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യ മുഴുവനും ഈ പ്രാർത്ഥന യാത്രയുമായിട്ട് കടന്നു പോകുമ്പോൾ വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. യാത്രയിൽ പലപ്പോഴും അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ ഇതിലേക്ക് പിടിച്ചു നിർത്തുന്നത് കൊണ്ടാണ് ഞാൻ ഈ യാത്ര തുടരുന്നത്. കാരണം ഇന്ന് പ്രാർത്ഥന ഒരുപാട് ആവശ്യമാണ് നമ്മുടെ സഭയ്ക്കും നമ്മുടെ വൈദികർക്ക്, മെത്രാന്മാർക്ക്. സഭ എന്ന് പറയുന്നത് ഒരു വൈദികനോ ഒരു സിസ്റ്ററോ അടങ്ങുന്നതല്ലല്ലോ. ഈ കാലഘട്ടത്തിൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള ഒരു വലിയ കൃപയ്ക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. കാരണം വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചു പോകാൻ തക്കവണ്ണമുള്ള പല പ്രലോഭനങ്ങളും മറ്റുള്ളവരിൽ കൂടി നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള ഒരു കൃപയ്ക്കായിട്ടാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികമായിട്ട് പ്രാർത്ഥിക്കേണ്ടത്. ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സകലരും ഉറച്ചു നിൽക്കുവാനുള്ള ഒരു പ്രാർത്ഥന യാത്രയാണ് ഞാൻ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ പ്രാർത്ഥന ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ഈ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആയിരങ്ങളുണ്ട്. ഞാൻ അറിഞ്ഞവരും അറിയാത്തവരും ഒക്കെയായിട്ട് ധാരാളം ആളുകൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും അസ്വസ്ഥതകൾ ഉണ്ടായപ്പോൾ പോലും അവയിൽ തളർന്നു പോകാതെ മുന്നോട്ട് പോകാനുള്ള ശക്തി എനിക്ക് ലഭിക്കുന്നത്. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സകലരെയും കർത്താവ് യേശു അനുഗ്രഹിക്കട്ടെ എന്നുകൂടി ഞാൻ പ്രാർത്ഥിക്കുക. പലരെയും ഈ യാത്രയിൽ ഞാൻ വിളിച്ചതാണ്. പക്ഷേ പലർക്കും പല ഒഴികഴിവുകൾ പറഞ്ഞുപോയി. ഒരു സുഹൃത്തിനോട് ഞാൻ എൻ്റെ കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറയുകയാണ്, ആഴ്ചയിൽ 1000 രൂപ വെച്ച് തന്നാൽ എൻ്റെ കൂടെ വരാമെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, സഹോദര, ഞാനീ പോകുന്നത് തന്നെ ജോലി ചെയ്തിട്ട് മിച്ചം വെച്ച് ദശാംശം മാറ്റി വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. സഭയോടുള്ള സ്നേഹം മൂലം, ക്രിസ്തുവിനോടുള്ള സ്നേഹം മൂലമാണ് ഞാനീ പോകുന്നത്. പണമുണ്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയല്ല ഇത്. പണമുണ്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടിലിരുന്ന് എനിക്ക് ഇഷ്ടംപോലെ ജോലികളുണ്ട്, അത് ചെയ്തുകൊണ്ടിരുന്നാൽ പോരെ. പണമുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മൾ ക്രിസ്തുവിൻ്റെ സ്നേഹം മറ്റുള്ളവർ അനുഭവിച്ചറിയണം. അനുഭവിച്ചറിഞ്ഞവർ വിശ്വാസത്തിൽ നിലനിൽക്കണം. അതിനു വേണ്ടിയിട്ടുള്ള യാത്രയാണ്. അതുകൊണ്ട് പണത്തിൻ്റെ കാര്യം ഒന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ഒഴിഞ്ഞു മാറി. ഇങ്ങനെ പലരും പല സാഹചര്യത്തിലും ഒഴിഞ്ഞു മാറി. എങ്കിലും ക്രിസ്തുവിന് കൊടുത്ത വാക്ക് പാലിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ ഈ യാത്ര തുടരുന്നു. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. ആ രക്ഷ എല്ലാവരും സ്വന്തമാക്കണം. സ്വന്തമാക്കിയവർ ഇന്നിപ്പോൾ വ്യതിചലിച്ചു പോകാതെ നിലനിൽക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത്. ഈ ലോകം ഒത്തിരി മോഹങ്ങൾ നമുക്ക് വാഗ്ദാനം ചെയ്യും. പക്ഷേ ലോകം തരുന്ന സന്തോഷവും സമാധാനവും അല്ല ക്രിസ്തു തരുന്നത്. ഞാനൊരിക്കൽ സീരിയലിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ സമയത്ത് ഞാൻ അതിൻ്റെ പ്രൊഡ്യൂസർ, സീരിയൽ നിർമ്മിക്കുന്ന വ്യക്തി എനിക്കൊരു റൂം തന്നു. അത് എറണാകുളത്ത് റിയാൻ സ്റ്റുഡിയോയിലായിരുന്നു ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ എനിക്കൊരു റൂമുണ്ട്. ഈ റൂം തന്നു. ഇദ്ദേഹം എന്നെ എന്തോ സാധനം വാങ്ങാനായിട്ട് എന്നെ പുറത്തേക്ക് പറഞ്ഞു വിട്ട് ഞാൻ എന്തോ എടുക്കുവാൻ മറന്നുപോയി. ഞാൻ തിരിച്ച് പെട്ടെന്ന് റൂമിലേക്ക് കയറി വന്നു. തിരിച്ച് കയറി വന്നപ്പോൾ ഈ പ്രൊഡ്യൂസർ ഏതോ ഒരു അയാളെക്കാളും ഒത്തിരി പ്രായമുള്ള ഒരു സ്ത്രീയുമായിട്ട് ഈ റൂമിൽ സല്ലപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ഞാൻ ഇയാളോട് എൻ്റെ റൂമിൽ ഇതൊന്നും സാധിക്കില്ല, നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത പരിപാടി ചെയ്യരുത് എന്നൊക്കെ ഞാൻ അന്ന് പറഞ്ഞു. ഒരു 10-20 വർഷം മുമ്പാണ്. അന്ന് ഇത് പറഞ്ഞപ്പോൾ ഇദ്ദേഹം എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടു. ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, കുറച്ചും കൂടി കഴിയുമ്പോൾ നിനക്ക് ഈ സൗകര്യങ്ങളൊക്കെ ലഭിക്കുമെന്ന്. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ കോളറെ ചടിപ്പിച്ച് ഇദ്ദേഹത്തെ ഒരുപാട് ചീത്ത പറഞ്ഞ് ഒരടിയും വെച്ച് കൊടുത്തിട്ട് ഞാൻ അന്ന് അവിടെ നിന്ന് സീരിയലിൻ്റെ സെറ്റിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇതുപോലെ നമ്മുടെ ഈ ലോകത്ത് ഒത്തിരി സൗഭാഗ്യങ്ങൾ നമുക്ക് കൈവരാൻ സാധ്യതയുണ്ട്. പ്രലോഭിപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിൻ്റെ സുഖ സൗകര്യങ്ങൾ നേടുവാൻ വേണ്ടി ഞാനന്ന് അവിടെ നിന്നിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ കിട്ടുമായിരുന്നു.
പക്ഷേ എനിക്ക് ആ സൗഭാഗ്യം വേണ്ട എന്ന് എൻ്റെ ഹൃദയത്തിൽ അന്ന് പരിശുദ്ധാത്മാവ് തോന്നിച്ചതായിരിക്കാം. അന്ന് ഞാൻ ഈ മിഷനിലേക്കൊന്നും ഇറങ്ങി തിരിച്ചിട്ടില്ല. അന്ന് ലോകത്തിൻ്റെ മോഹത്തിൽപ്പെട്ട് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ എനിക്കെന്തോ കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നത് മറ്റൊരു പദ്ധതിക്കായിരുന്നത് കൊണ്ടാവാം എനിക്കന്ന് അവിടെ നിൽക്കാൻ തോന്നിയില്ല. പിന്നീട് ഒരിക്കലും ഞാൻ ആ സെറ്റിലേക്ക് തിരിച്ചു പോയിട്ടില്ല. ഈ ലോകത്തിൽ സമാധാനം അല്ല ക്രിസ്തു തരുന്നത്. ഫിലിപ്പിയർക്ക് ഇത് ലേഖനത്തിൽ 4-ാം അധ്യായം 11-ാമത്തെ തിരുവചനത്തിലൂടെ പറയുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും കുറവുണ്ടായത് കൊണ്ടല്ല ഞാൻ ഇത് പറയുന്നത്, കാരണം ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പൗലോസ്ലീഹ പറയും ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയാൻ പഠിച്ചിട്ടുണ്ടെന്ന്. ഇപ്പോൾ എനിക്ക് കുറേ സൗകര്യങ്ങൾ കിട്ടും, എന്നാൽ പിന്നെ ആ സൗകര്യങ്ങൾ നോക്കി പോയാൽ മതിയല്ലോ എന്ന് ചിന്തിക്കുകയല്ല ഞാൻ ചെയ്തത്. നേരെ മറിച്ച് അതില്ല എങ്കിലും, ആ സാഹചര്യത്തിൽ ഇല്ല എങ്കിലും എനിക്ക് ജീവിക്കാൻ സാധിക്കും, ക്രിസ്തുവിനോട് കൂടെ ജീവിക്കാൻ സാധിക്കുമെന്നുള്ളൊരു തിരിച്ചറിവിലാണ് ഞാൻ ഈ സീരിയലും സിനിമയൊന്നും വേണ്ട എന്ന് വെച്ച് തിരിച്ചു പോകുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ ഞാൻ ചിന്തിച്ചാൽ എനിക്ക് ചിലപ്പോൾ ഒരുപക്ഷെ നല്ല സ്ഥാനം കിട്ടിയേക്കാം, നല്ല സൗഭാഗ്യങ്ങൾ കിട്ടിയേക്കാം, നല്ല സമ്പത്ത് കിട്ടിയേക്കാം. ഇതൊക്കെ ഇപ്പോൾ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷേ അതിലുപരി ദൈവം തരുന്ന സമാധാനവും സന്തോഷവും, ആ സന്തോഷവും സമാധാനവുമാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഒരുപക്ഷെ അന്ന് ദൈവത്തോട് ഒത്തിരി അടുത്തിരുന്നില്ല എങ്കിലും ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതി ഉള്ളത് കൊണ്ടാവാം അവിടെ അങ്ങനെ തോന്നി അവരോട് വഴക്കിട്ടുകൊണ്ട് ഇറങ്ങിത്തിരിക്കാൻ എനിക്ക് സാധിച്ചത്. ഫിലിപ്പി 4:13 പൗലോസ്ലീഹ പറയുന്നുണ്ടല്ലോ, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യുവാൻ എനിക്ക് സാധിക്കുമെന്ന്. ഏത് സാഹചര്യത്തിലും ആരൊക്കെ വെറുക്കപ്പെട്ടാലും എവിടെയൊക്കെ ഉപേക്ഷിച്ചപ്പെട്ടാലും ഏതെങ്കിലും രോഗങ്ങൾ വന്നാലും അസുഖങ്ങൾ വന്നാലും എന്നെ ശക്തനാക്കുന്നതിലൂടെ ഇതെല്ലാം ചെയ്യാൻ, ഇതിൽ നിന്നൊക്കെ മോചനം നേടുവാൻ എനിക്ക് സാധിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം നമുക്കുണ്ടെങ്കിൽ ക്രിസ്തുവിനോട് കൂടെ ആ ക്രിസ്തുവിൻ്റെ സമാധാനം നമുക്ക് ലഭിക്കും. 1 ദിനവൃത്താന്തത്തിൽ 23-25 പറയുന്നുണ്ട്, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് തൻ്റെ ജനത്തിന് സമാധാനം നൽകി അവിടുന്ന് ജെറുസലേമിൽ നിത്യമായി വസിക്കുന്നു. നമുക്ക് ദൈവം നൽകുന്ന സമാധാനം അത് നമ്മൾ നേടിക്കഴിഞ്ഞാൽ നിത്യമായി അവിടുന്ന് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും ഇത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. ലോകത്തിൻ്റെ സമാധാനത്തിൽ പോകുമ്പോൾ, ലോകം തരുന്ന സുഖസൗകര്യങ്ങൾ പോകുമ്പോൾ നമ്മൾ ദൈവം തരുന്ന സമാധാനം പലപ്പോഴും തിരിച്ചറിയുന്നില്ല. 85-ാം സങ്കീർത്തനം 8-ാമത്തെ തിരുവചനത്തിലൂടെ വചനം പറയുന്നുണ്ട്, കർത്താവായ ദൈവം അരുളി ചെയ്യുന്നത് ഞാൻ കേൾക്കും, അവിടുന്ന് തൻ്റെ ജനത്തിൻ്റെ സമാധാനം അരുളും, ഹൃദയപൂർവ്വം തന്നിലേക്ക് തിരിയുന്ന വിശുദ്ധർക്ക് തന്നെ. ഹൃദയപൂർവ്വം കർത്താവായ ദൈവം അരുളി ചെയ്യുന്നത് നമ്മൾ കേൾക്കണം. ആദ്യമേ എന്താണ് കർത്താവ് എന്നെക്കുറിച്ച് പറയുന്നത്, എന്താണ് എന്നെക്കുറിച്ചുള്ള പദ്ധതി, ഇത് ദൈവത്തോട് നമ്മൾ ചോദിച്ച് ആരായുമ്പോൾ, ആ ദൈവത്തിൻ്റെ സ്വരം നമ്മൾ കേൾക്കുമ്പോൾ അവിടുന്ന് നമുക്ക് സമാധാനം നൽകുന്നു. ഈ സമാധാനം ആർക്കും നമ്മളിൽ നിന്ന് എടുത്തു കളയാൻ പറ്റത്തില്ല. ഈ ലോകത്തിൻ്റെ ഏതൊരു വ്യക്തിക്കോ അധികാരിക്കൊന്നും ദൈവം തരുന്ന സമാധാനം എടുത്തു കളയാൻ പറ്റില്ല. നമ്മൾ കുറച്ച് സുഖസൗകര്യം കിട്ടി, എന്തെങ്കിലും കടയിൽ പോയി നല്ല ആഹാരം മേടിച്ച് കഴിച്ചു, ആ സുഖം കുറച്ച് നാളത്തേക്കേ ഉണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ ഈ പ്രേമിച്ച് നടന്ന ആ ഒരു സുഖം അത് കുറച്ച് നാളത്തേക്കുണ്ടാവും. അതുകൊണ്ടാണല്ലോ ഇന്ന് ഒരുപാട് ഡൈവോഴ്സുകൾ നമ്മുടെ ഇടയിൽ തന്നെ നടക്കുന്നത്. ഏറ്റവും കൂടുതൽ നമ്മുടെ ക്രിസ്ത്യാനികളുടെ ഇടയിലാണ് ഡൈവോഴ്സുകൾ നടക്കുന്നത് എന്ന് പറയുമ്പോൾ അത് ഒത്തിരി സങ്കടമുള്ള കാര്യമാണ്. ദൈവത്തെ അറിഞ്ഞിട്ട് ഇന്ന് ദേവാലയത്തിൽ പോയിട്ട് ഈ സ്നേഹം നമ്മൾ നിലനിൽക്കുന്നില്ല. അതിന് കാരണം ഈ ദൈവം തരുന്ന സമാധാനം നമ്മൾ നിലനിൽക്കാത്തതുകൊണ്ടാണ്. ദൈവം തരുന്ന സമാധാനമല്ല നമ്മൾ പലപ്പോഴും അന്വേഷിച്ച് പോകുന്നത്, ലോകം തരുന്ന സമാധാനമാണ് നമ്മൾ അന്വേഷിച്ച് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ തന്നെ പലപ്പോഴും അരക്ഷിതാവസ്ഥകളുണ്ടാകുന്നത്. ഹൃദയപൂർവ്വം ദൈവത്തെ അന്വേഷിക്കുന്നവർക്കാണ് ദൈവത്തിൻ്റെ സമാധാനം നമുക്ക് നൽകുന്നത്. ആ സമാധാനം നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്രിസ്തുവിനോട് കൂടെ യാത്ര ചെയ്യുവാൻ സാധിക്കും. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 13-ാം അധ്യായം 18-ാമത്തെ തിരുവചനത്തിലൂടെ പറയുന്നുണ്ട്, കഴുതപ്പുലിക്കും നായയ്ക്കും തമ്മിൽ എന്ത് സമാധാനം, ദരിദ്രനും ധനികനും തമ്മിൽ അങ്ങനെ തന്നെയാണെന്ന്. കഴുതപ്പുലിയുടെയും നായയുടെയും സ്വഭാവം മറ്റുള്ളവരുടെ കുരച്ച് ചാടിക്കൊണ്ടിരിക്കുന്നത്, എന്ത് കിട്ടിയാലും മേടിക്കുന്ന സ്വഭാവം. നായ്ക്ക് അങ്ങനെയാണുള്ള സ്വഭാവം, എന്ത് കിട്ടിയാലും എന്ത് താഴെ കിടന്നാലും എടുക്കും. നമ്മളൊക്കെ ഇപ്പോൾ എന്ത് ചവറുകളും നമ്മുടെ കുടുംബത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ടിരിക്കുക. എല്ലാ ചവറും, ലോകത്തിലുള്ള സകല ചവറുകളും നമ്മുടെ കുടുംബത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ടിരിക്കുക. ഈ സ്വീകരണം മൂലം, ഈ എടുത്തുചാട്ടം മൂലം, ഈ വെറുപ്പ് മൂലം, ഈ നായയുടെയും കഴുതപ്പുലിയുടെ ഒക്കെ സ്വഭാവം മൂലം നമുക്ക് ദൈവത്തിൻ്റെ സമാധാനം ലഭിക്കുകയില്ല. ദൈവത്തിൻ്റെ സമാധാനം ലഭിക്കണമെങ്കിൽ ഇത് ക്രിസ്തുവിനോടുകൂടെ സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. ഇത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് ആദ്യം തുടങ്ങേണ്ടത്. നമ്മുടെ കുടുംബത്തിൽ സമാധാനമില്ലെങ്കിൽ നമുക്ക് എങ്ങനെ ലോകത്തിൽ സമാധാനം കൊടുക്കാൻ കഴിയും? ഞാൻ ഈ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കുക, എൻ്റെ ജീവിത പങ്കാളിയായിരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ സഹനം ഏറ്റെടുക്കുക. എന്നെക്കാളും കൂടുതൽ സഹനം ഏറ്റെടുക്കുന്നത് എൻ്റെ ജീവിത പങ്കാളിയായിരിക്കും. കാരണം ഈ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ആദ്യം ബൈക്കിൽ യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ബൈക്കിലൊക്കെ ഇത്രയും കിലോമീറ്ററുകൾ യാത്ര ചെയ്യുക, എന്തെങ്കിലും അപകടം പറ്റുമോ,
അല്ലെങ്കിൽ ക്ഷീണം തട്ടുമോ, ഉറങ്ങണ്ടേ, ഭക്ഷണം കഴിക്കണ്ടേ, ഇങ്ങനെയുള്ള ഒത്തിരി ആകുലതകൾ അവൾക്കുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ദൈവം യാത്രയിൽ നിന്നും എന്നെ പിന്തിരിപ്പിച്ചത്. എൻ്റെ ജീവിത പങ്കാളിയുടെ പ്രാർത്ഥനയും ആ ജീവിത പങ്കാളിയുടെ സ്നേഹവും പരിചരണവും ജീവിത പങ്കാളിയുടെ സപ്പോർട്ടും ഒക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ തുണയായിട്ടുള്ളത്. അതില്ല എങ്കിൽ ഞാൻ എവിടെ പോയി എന്ത് ശുശ്രൂഷ ചെയ്തിട്ടും യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല. എൻ്റെ കുടുംബത്തിലില്ലാത്തത് എനിക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കുകയില്ല. എന്നിലില്ലാത്തതൊന്നും എനിക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കുകയില്ല. എനിക്ക് സ്നേഹമുണ്ടെങ്കിൽ, എനിക്ക് സമാധാനമുണ്ടെങ്കിൽ ആ സമാധാനം മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനമെന്ന്. ഈ ക്രിസ്തു തരുന്ന സമാധാനം നമ്മൾ സ്വീകരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ. യെശയ്യാ 48:18 പറയുന്നുണ്ട്, നീ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്നെങ്കിൽ എൻ്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു. കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് നമ്മൾ ജീവിച്ചിരുന്നെങ്കിൽ കർത്താവിൻ്റെ സമാധാനം നദി പോലെ അത് നിലയ്ക്കാത്തതായിട്ട് ഇങ്ങനെ ഒഴുകുമായിരുന്നു. നമുക്കിപ്പോൾ സമാധാനമില്ലാത്ത എന്തോരം ആളുകളുണ്ട്. പല ആളുകളും പറയുന്നത് സമാധാനമില്ല, സ്വസ്ഥതയില്ല, അസ്വസ്ഥതയാണെന്ന്. ഈ സമാധാനം നദി പോലെ ഒഴുകണമെങ്കിൽ കർത്താവ് തരുന്ന കൽപ്പനകൾ നിരന്തരം പാലിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. വീണ്ടും യെശയ്യാ 48:22 പറയുന്നുണ്ട്, ദുഷ്ടർക്ക് ഒരിക്കലും സമാധാനം ലഭിക്കുകയില്ല. ദുഷ്ടർക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവുകയില്ല. ഇപ്പോൾ ദുഷ്ടത പ്രവർത്തിക്കുന്നവർക്ക് ഈ ലോകത്തിലുള്ള എല്ലാ സുഖസൗകര്യങ്ങളും വേണം, ഈ ലോകത്തിലുള്ള മോഹങ്ങളിൽ പെടണം, ഇവിടെ കിട്ടുന്ന എല്ലാം എനിക്ക് ആസ്വദിക്കണം എന്ന് പറയുന്നവർക്കൊന്നും, ദുഷ്ടത പ്രവർത്തിക്കുന്നവർക്കൊന്നും, വെറുപ്പ് വിചാരിക്കുന്നവർക്കൊന്നും ഈ സമാധാനം ആസ്വദിക്കാൻ സാധിക്കുകയില്ല. ഈ സമാധാനം ആസ്വദിക്കണമെങ്കിൽ അത് നന്മ ചെയ്ത് ശീലിക്കണം. അതുകൊണ്ടാണ് ജെറമ്യാ 8:15 പറയുന്നത്, നമ്മൾ സമാധാനം അന്വേഷിച്ചു ഫലമുണ്ടായില്ല, രോഗശാന്തി ആഗ്രഹിച്ചു ലഭിച്ചതോ ഭീതിയാണ്. സമാധാനം അന്വേഷിച്ച് കിട്ടിയില്ല. ഈ ലോകത്തിൽ ഒരു സ്ഥലത്തും ഈ ക്രിസ്തു തരുന്ന സമാധാനം ലഭിക്കില്ല. ക്രിസ്തുവാണ് എല്ലാം. ക്രിസ്തുവിനോട് കൂടെ അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് നടന്നെങ്കിൽ മാത്രമേ ക്രിസ്തു തരുന്ന ഈ സമാധാനം സംതൃപ്തിയോടുകൂടി ആനന്ദത്തോടുകൂടി നമുക്ക് ലഭിക്കുകയുള്ളൂ. ആ ആനന്ദത്തിൽ നമുക്ക് പങ്കുചേരുവാൻ സാധിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് ഭീതിയായിരിക്കും, ഭയമായിരിക്കും. ഈ ലോകത്തോടുള്ള ഭയമായിരിക്കും നമുക്ക് ലഭിക്കുക. ഈ ഭയം മാറണമെങ്കിൽ യേശുവിൻ്റെ സമാധാനം നമ്മളിൽ കുടികൊണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ലൂക്ക 2:14 പറയുന്നുണ്ട്, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്കാണ് സമാധാനം, ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവർക്ക്. അല്ലാത്തവർക്കൊന്നും സമാധാനം ഉണ്ടെന്ന് പറയാം. കുറച്ച് നേരത്തേക്കുള്ള സമാധാനം, മദ്യം കഴിക്കുമ്പോൾ കുറച്ച് നേരത്തേക്കുള്ള ആശ്വാസം, കുറച്ച് സമാധാനം, കുറച്ച് ആഹാരം, നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ കുറച്ച് നേരത്തേക്കുള്ള സമാധാനം. ആ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ പിന്നീട് വീണ്ടും വിശക്കും. പക്ഷേ ക്രിസ്തുവിന് തരുന്ന സമാധാനം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും വിശക്കുകയില്ല, ദാഹിക്കില്ല. ഈ സമാധാനം നമ്മളിൽ ആർക്കും എടുത്തു കളയാനും സാധിക്കില്ല. യോഹന്നാന്റെ സുവിശേഷം 14:27 പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു, ലോകം നൽകുന്നത് പോലെ അല്ല ഞാൻ നൽകുന്നത്. ഞാൻ നിങ്ങൾക്ക്, ഈശോ നമുക്ക് സമാധാനം നൽകിയിട്ടാണ് പോയത്. പക്ഷെ അത് ലോകം തരുന്ന സമാധാനമല്ല. ലോകം തരുന്ന സമാധാനം നമുക്ക് നിത്യജീവനുണ്ട്, നിത്യജീവിതത്തിലേക്കുള്ള ഒരു വഴിയാണ്. ആ ലോകം തരുന്ന സമാധാനം നമുക്ക് കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുകയുള്ളൂ. ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മളിൽ നിലനിൽക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കൊളോസോസ് 1:20 പറയുന്നുണ്ട്, യേശു കുരിശിൽ ചിന്തിയ രക്തം വഴിയാണ് സമാധാനം സ്ഥാപിതമായത്. ഉണ്ടോ? ഈശോ കുരിശിൽ ചിന്തിയ ആ രക്തം വഴിയാണ് നമുക്ക് സമാധാനം ലഭിച്ചത്. ഈ ലോകത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സമാധാനം നേടാൻ സാധിച്ചിട്ടുണ്ടോ? ഈ ലോകത്തിൽ ഒരുപാട് യുദ്ധങ്ങൾ, ഒരുപാട് വഴക്കുകൾ, പക്ഷെ ആർക്കെങ്കിലും എന്നെങ്കിലും സമാധാനം കിട്ടിയിട്ടുണ്ടോ? പക്ഷെ യേശു കുരിശിൽ സ്ഥാപിച്ച ആ തിരുരക്തം മൂലം നമുക്ക് സമാധാനമുണ്ട്, നമുക്കൊരു നിത്യജീവനുണ്ട്. 1 പത്രോസ് 3:11 പറയുന്നുണ്ട്, തിന്മയിൽ നിന്നും പിന്തിരിഞ്ഞ് നന്മ ചെയ്യണം, സമാധാനം അന്വേഷിക്കണം, അതിനായി പരിശ്രമിക്കണം. തിന്മയിൽ നിന്നും പിന്തിരിഞ്ഞ് നന്മ ചെയ്യണം, സമാധാനം അന്വേഷിക്കണം. സമാധാനം ഈശോയെ അന്വേഷിക്കണം. ഈശോയാണ് സമാധാനം. ഈശോയെ അന്വേഷിക്കണം. ഈ ഈശോയെ അന്വേഷിക്കാൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യണം. നമുക്ക് ഈശോയെ അറിയുവാൻ, ഈശോയെ മനസ്സിലാക്കുവാൻ ഒരുപാട് സാധ്യതകളുണ്ട്. പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല എങ്കിലും പിന്നീട് ഒരിക്കൽ ഒരു മരണശേഷം നമുക്ക് ഇത് തിരിച്ചറിയുവാനോ നിത്യജീവിതത്തിലേക്ക് പോകുവാനോ നമുക്ക് സാധിക്കുകയില്ല. ക്രിസ്തുവിനെ അറിയാതെ ഇരുന്നാൽ നമുക്ക് നിത്യജീവൻ പ്രാപിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ക്രിസ്തുവിനോട് കൂടെ മാത്രമേ നമുക്ക് സമാധാനം സ്ഥാപിതമാകുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ സമാധാനം ലോകത്തിൽ നിലനിൽക്കുവാൻ വേണ്ടിയിട്ട് കൂടിയാണ് എൻ്റെ ഈ യാത്ര. ലോകം മുഴുവനും സമാധാനത്തിൽ കഴിയണം. ക്രിസ്തു നൽകുന്ന സമാധാനം ലോകം നൽകുന്ന സമാധാനമല്ല. ലോകം നൽകുന്ന സമാധാനത്തിൽ ഒരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. ക്രിസ്തു തരുന്ന സമാധാനത്തിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.